പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 2-3 ദിവസത്തിന് മുമ്പ് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നാണ് പ്രഭാത സന്ദേശം ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി ദാനം ചെയ്തത്. ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവാത്മാവ് നമ്മെ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നയിക്കുകയാണ്. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് വേറൊരു സ്ഥലത്തു നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. അതിനുശേഷം ആ വാക്യത്തിന്റെ ഒടുവിൽ മൊർദെഖായി കുറിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കല്ലയോ ദൈവം നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ആ വാക്യം ഫിനിഷ് ചെയ്യുന്നത് ഒരു പ്രത്യേകമായ വാക്കുകൊണ്ടാണ്, ആർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ആർക്കറിയാം ദൈവം നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ആർക്കറിയാം. മൊർദെഖായി തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേറിനോട് 127 സംസ്ഥാനങ്ങളുടെ അധിപതിയായ അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞി പദം ഭാഗ്യവശാൽ ലഭിക്കപ്പെട്ട എസ്തേറിനോട് പറയുകയാണ്, എസ്തേറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ മൊർദെഖായി വഹിച്ചതായ പങ്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ വായിച്ചാൽ നമുക്ക് വളരെ രസകരമായി പോകും. ദൈവം നടത്തുന്നതായി ചെയ്തതായ ക്രിയകൾ, ദൈവജനത്തിനു വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ എത്ര മഹാശ്ചര്യമാണെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. അനർത്ഥം നേരിട്ടിരിക്കുകയാണ് യഹൂദന്മാർക്ക് മുഴുവനും. ഈ പുസ്തകം എഴുതുന്നതായ സമയത്ത് അവർ വലിയ ഒരു അനർത്ഥത്തിൽ നിന്ന്, മരണവാതിലിൽ നിന്ന് രക്ഷപ്പെട്ട ജനങ്ങൾ സന്തോഷത്തിന്റെ തിമിർപ്പ് കൊണ്ട് എഴുതിയതായ പുസ്തകമാണ്. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ഉപകാരത്തിന്റെ സ്മരണം അതൊരു രേഖയാക്കണം എന്നവർക്ക് തോന്നി. അത് എഴുതി ചേർത്തപ്പോൾ മൊർദെഖായി പറയുന്നതായ വാചകം, ആർക്കറിയാം ദൈവം എന്റെ കുഞ്ഞിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചത് ഒരുപക്ഷെങ്കിൽ ഞാൻ ധാരാളം ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഭൗമികമായ ഒരു നന്മയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, ഒരു ബഹുമാനവും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എങ്കിലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അതല്ല അതിന്റെ പിന്നിലുള്ളത്. ദൈവത്തിന്റെ ജനത്തിന് വരുവാനിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ, ഒരു വാക്ക് കൽപ്പിക്കുവാൻ അധികാരമുള്ള ഒരു വ്യക്തി എന്നോണം ദൈവം എസ്തേറിനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എസ്തേറിനും മൊർദെഖായിക്കും അറിയില്ല, അല്ലയോ എസ്തേറെ ആർക്കറിയാം, എനിക്ക് അതിശയമായിരിക്കുന്നു, എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. എന്നാൽ ഈ അനുഭവം നമ്മൾ ക്രിസ്തു യേശുവിലെ രക്ഷ അനുഭവിച്ച ജനങ്ങളായി ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവമക്കളായി തീർന്ന നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊരു ഭാഷ്യമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു ചെവിക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും പറയുവാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടുമില്ല. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം, ഒരു ദൈവ പൈതലിന് ക്രിസ്തുയേശുവിൽ കൂടെ നിന്നെ ഓരോ സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്നതിന്റെ പദ്ധതി, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അതാത് സമയത്ത് ആർക്കറിയാമെന്ന് പറയുന്ന ഒരു ഭാഷ പുതിയ നിയമത്തിൽ ഇല്ല. അത് മാറ്റി നിനക്കറിയാം, നിങ്ങൾക്കറിയാം, എനിക്കറിയാം, അവർക്കറിയാം. ക്രിസ്തുയേശുവിൽ രക്ഷയ്ക്കായി വിളിച്ചതായ ദൈവമക്കൾക്കറിയാം. ദൈവാത്മാവിനാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും, നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്. കഴിഞ്ഞ കാലങ്ങളെ ഒന്ന് നോക്കൂ. എസ്തേറിന്റെ അനുഭവത്തെ ഒന്ന് വിട്ട് നമ്മുടെ അനുഭവത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരാം. എന്നാൽ മൊർദെഖായി എസ്തേറിനോട് ചോദിക്കുന്നതായ ചില ചോദ്യത്തിന്റെ ശകലം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോടും ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനായിട്ടല്ലയോ നിന്നെ കൊണ്ടുവന്നത്? എന്നാൽ ഈ സമയത്ത് നീ മൗനമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിർദ്ദേശങ്ങൾക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പുകൾക്കും ദൈവ പദ്ധതികൾക്കും വഴങ്ങാതെ
നിന്റെ മിടുക്ക് കൊണ്ടും സൗന്ദര്യം കൊണ്ടും നിന്റെ ശേഷി കൊണ്ടും ജ്ഞാനം കൊണ്ടും ഒക്കെ സാധിച്ചെടുത്ത പല കാര്യങ്ങളും, പല സ്ഥാനങ്ങളും, പല അധികാരങ്ങളും, പല സമ്പത്തുകളും, പല മഹിമകളും, പല ജീവിത സൗകര്യങ്ങളും ഒക്കെ നീ കണ്ട് അഭിമാനിച്ചിരുന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ദൈവം നിന്നിൽ നിന്നൊരു തിരിച്ചറിവ് പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പദ്ധതിയെ ദൈവം നിർത്തിക്കളയുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവിന്റെ പദ്ധതികളെ അനുസരിക്കുവാൻ ധാരാളം മൊർദെഖായിമാരുണ്ട്, ധാരാളം എസ്തേർമാരുണ്ട്. നമ്മെപ്പോലെ ധാരാളം ആൾക്കാർ ദൈവത്തിനുണ്ട്. നാം ദൈവത്തെ അനുസരിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം തന്റെ നടത്തിപ്പുകൾക്ക് വിരാമം കുറിപ്പിക്കുന്നില്ല. ദൈവം തന്റെ പദ്ധതിയെ നിർത്തിക്കളയുന്നില്ല. ദൈവം തന്റെ ആലോചനയെ നിഷ്ഫലമാക്കുന്നില്ല. ദൈവം, നാം അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനായി നിൽക്കുന്നു. ഇന്നലെ നാം കേട്ടതുപോലെ ഒരുപക്ഷെങ്കിൽ നാം നല്ല ഒരു ഫലം കൊടുക്കുന്നില്ല എങ്കിലും അവസാനം വരെയും ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ താൻ ന്യായവിധിക്കായി, നല്ല ന്യായത്തിനായി താൻ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നമ്മെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അവസാന നിമിഷം വരെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൊർദെഖായി ഇവിടെ എസ്തറിനോട് ചോദിക്കുന്നതായ ചോദ്യം, ഇതിനായിട്ടല്ലയോ ഈ സ്ഥാനത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നത്? ഈ പ്രഭാതത്തിൽ നമ്മളെ ദൈവം കൊണ്ടുവന്നത് ഒരുപക്ഷെങ്കിൽ ഉയർച്ചയിലേക്കായിരിക്കാം, താഴ്ചയിലേക്കായിരിക്കാം, ദാരിദ്ര്യത്തിലേക്കായിരിക്കാം, വലിയ അലംഭാവത്തോടുള്ളതായ സമൃദ്ധിയിലേക്കായിരിക്കാം, ഇല്ലായ്മയിലേക്കായിരിക്കാം, വരൾച്ചയിലേക്കായിരിക്കാം, ധാരാളം വർധനവിലേക്കായിരിക്കാം, ഒരു പ്രമോഷനിലേക്കായിരിക്കാം, ഇല്ല എങ്കിൽ വർഷങ്ങളായി നിന്നെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കാം. അനേക കാര്യങ്ങൾ നിന്റെ മനസ്സിൽ ചിന്തിച്ചതൊന്നും നടക്കാതെ ദൈവം അതേപോലെ വെച്ചിരിക്കുന്നതിന്റെ കാരണം നിന്റെ ഹൃദയത്തിൽ പലപ്പോഴും ദുഃഖം കൊണ്ടുവന്നതിലേക്കാം. എന്നാൽ നീ ചിന്തിക്കാത്ത സമയത്ത് പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നടന്നത് നിന്റെ കഴിവെന്നോർത്ത് നീ നിന്നെ തന്നെ അഭിമാനിക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ കാലത്തിനായിട്ടല്ലയോ ദൈവം നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? ഏത് കാലം? ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും ഉദ്ധാരണത്തിന് വേണ്ടിയും നിന്റെ വായിൽ നിന്നൊരു വാക്കെങ്കിലും ഉരുത്തിരിയേണ്ടതിന്, നിന്റെ പ്രവൃത്തിയുടെ ഫലങ്ങൾ അല്പമെങ്കിലും അതിനായി വിനിയോഗിക്കപ്പെടേണ്ടതിന്, നിന്റെ കഴിവിന്റെയും പരിജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അളവ് ഒരളവെങ്കിലും ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി അത് ഉപയോഗിക്കപ്പെടേണ്ടതിന്, അത് നീ തയ്യാറായില്ലെങ്കിൽ ദൈവം വേറൊരു വ്യക്തിയെ ഒരുക്കും. നീ അതിന് ഒരുക്കപ്പെടുന്നില്ല എങ്കിൽ ദൈവം വേറൊരു വ്യക്തിയിലേക്ക് തിരിയും. നിനക്ക് ലഭിക്കേണ്ടതായ അനേക നന്മകൾ ദൈവം വേറൊരു വ്യക്തിയിലേക്ക് പകരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നീ അത് ഗ്രഹിക്കുമോ എന്നോർത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സ്നേഹിച്ചതിനാൽ, ദൈവം നിന്നെ സ്നേഹിച്ചതിനാൽ നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അനുദിനം നിനക്ക് ബുദ്ധി ഉപദേശം തന്നുകൊണ്ടിരിക്കും. ആർക്കറിയാം എന്നുള്ളതായ ഒരു ഭാഷയിലല്ല, നിന്നെ അറിയിച്ചുകൊണ്ട്, നിന്നെ ഗ്രഹിപ്പിച്ചുകൊണ്ട്, നമ്മോട് സംസാരിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസാക്ഷിയോട് സംസാരിച്ചതുകൊണ്ട് ദൈവം നമ്മെ നടത്തുന്നത് ഏത് വിധത്തിലാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എവിടെ നിന്ന് നമ്മെ ഉദ്ധാരണം കൊണ്ടുവന്നത് നമുക്കറിയാം. എങ്ങനെയാണ് ദൈവം നടത്തുന്നത് നമുക്കറിയാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ നമ്മൾ താഴ്ത്തുമെങ്കിൽ, ദൈവം നടത്തുന്നതായ വഴികൾ പലപ്പോഴും ദോഷകരമെന്ന് കണ്ട്, ഇല്ലായ്മയെന്ന് കണ്ട് നീ വിഷമിച്ചേക്കാം. പക്ഷെങ്കിൽ അതിന് പിന്നിലും ദൈവം ചില ഗുണങ്ങൾ, നിനക്കറിയാത്ത ചില ഗുണങ്ങൾ ദൈവം നിനക്കായി കാത്തുവെച്ചിട്ടുണ്ട്. അവന്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ, നിന്നെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് വെച്ചൊക്കെയും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉതകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ നിന്നിൽ നിന്ന് ഉരുത്തിരിയേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിലും നിന്നോട് ചോദിക്കുകയാണ്, ഈ കാലത്തിനായിട്ടല്ലയോ ദൈവം നിന്നെ ഈ പ്രദേശത്തെ, ഈ സ്ഥാനത്തേക്ക്, ഈ പ്രദേശത്തേക്ക്, ഈ ഒരു പദവിയിലേക്ക് ദൈവം ഇങ്ങനെ ഒരു താഴ്ചയിലേക്ക്, ഉയർച്ചയിലേക്ക്, സമൃദ്ധിയിലേക്ക്, ഇല്ലായ്മയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നത്? ആർക്കറിയാം എന്നുള്ളത് ഒരു വാക്ക് മാറ്റിയിട്ട് എനിക്കറിയാം എന്ന് ചേർക്കുന്നവൻ ഭാഗ്യവാൻ. ഗോഡ് ബ്ലെസ് യു.